അർജുൻ്റെ കാർ വില്ലയിലേക്ക് വന്നതും ശ്രീകുട്ടൻ കാർത്തികയുടെ കയ്യിൽ കിടന്ന് കാലും കൈയുമിട്ട് അടിക്കാൻ തുടങ്ങി. നോക്കച്ച, അവൻ്റെ അച്ഛൻ വന്നപ്പോൾ അവൻ്റെ ഒരു വെപ്രാളം. അർജുൻ കാർ പാർക്കിങ്ങിലേക്ക് കയറ്റി അവിടെ പാർക്ക് ചെയ്തു. അവൻ ഗാർഡനിലേക്ക് നടന്നു. അവിടെ കാർത്തികയുടെ കയ്യിലായിരിക്കുന്ന ശ്രീകുട്ടനെ എടുക്കാൻ വന്നതും കാർത്തിക തരില്ല എന്ന പോലെ കാണിച്ചു. എന്താടി, ആദ്യം ഏട്ടൻ പോയി ഫ്രഷായിട്ട് വാ, എന്നിട്ട് മോനെ എടുത്താൽ മതി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. അത് കേട്ടതും ഉത്തരവ് എന്ന പോലെ ആക്ട് ചെയ്ത് കാണിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അർജുനെ കണ്ട് കുഞ്ഞ് ചിണുങ്ങിക്കരയാൻ തുടങ്ങി. അർജുൻ തിരികെ വന്ന് കുഞ്ഞിനോടായി പറഞ്ഞു, അച്ഛ പോയി ഫ്രഷായിട്ട് വരാം, അല്ലെങ്കിലേ നിൻ്റെ കുഞ്ഞ് അച്ഛയെ തല്ലും, നിന്നെ എനിക്ക് തരൂല്ല. അർജുൻ്റെ കുഞ്ഞ് എന്ന പ്രയോഗം കേട്ടതും കാർത്തികയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. എൻ്റെ ദൈവമേ, ഇനി ഏമി അവളെങ്ങാനും വല്ലതും പറഞ്ഞോ പോയി. അല്ലേലും സായിപ്പിനെ കണ്ടാൽ കവാത്ത് മറക്കുന്ന സ്വഭാവമാണ് അവൾക്ക്. അർജുനേട്ടനെ അടുത്ത് കിട്ടിയപ്പോൾ അവളെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമോ? കാർത്തികയുടെ ആലോചന കണ്ടതും അർജുൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. ആ, കുറച്ച് ആലോചിച്ചു കൂട്ട്. നിനക്ക് ഇവിടെ നിന്ന് പോകണമല്ലേ, അതും എന്നെയും അച്ഛനെയും തനിച്ചാക്കി. കാർത്തികയുടെ ഇരിപ്പ് കണ്ടതും അർജുന് അവളോട് അലിവ് തോന്നി. അവൻ അവളുടെ അടുക്കളായിരുന്നു. നീ വരുന്നോ? എവിടേക്ക്? കാർത്തിക തിരക്കി. ഞാനും എമിയും പുറത്ത് പോകുന്നുണ്ട്. ഏയ് ഇല്ല, സ്വർഗത്തിലെ കട്ടവും വാങ്ങാൻ ഞാനില്ല. ഏയ് അങ്ങനൊന്നും ഇല്ല മോളെ. ഈ ഏട്ടന് നീ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്തിന് എന്തും. അതും കൂടി കേട്ടതും കാർത്തിക ഉറപ്പിച്ചു, അർജുനെല്ലാം അറിഞ്ഞിട്ടാണ് ഈ പറയുന്നതെന്ന്. കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞതും അത് പുറത്തേക്ക് ഒഴുകാൻ സമ്മതിക്കാതെ അർജുൻ അവൻ്റെ കൈകൊണ്ട് അത് തുടച്ചു മാറ്റി. ദേ നോക്ക്, എൻ്റെ മുന്നിൽ ഇരുന്നങ്ങനെ കരഞ്ഞാലുണ്ടല്ലോ ഒറ്റ വീക്ക് വെച്ച് തെളിഞ്ഞ്. കാർത്തികയുടെ മുഖം കണ്ടതും അർജുൻ അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ തോന്നിയില്ല. ശേഖരൻ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇവിടെ ഇരുന്ന് ഒന്നും ആലോചിച്ച് കൂട്ടണ്ട, പോയി റെഡിയാവാൻ നോക്ക്, ഞാൻ പോയി ഫ്രഷായിട്ട് വരാം. അതും പറഞ്ഞ് അർജുൻ അവിടെ നിന്ന് എണീറ്റു. തിരിഞ്ഞ് കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി. താൻ പറയുന്നത് കേൾക്കാതെ ഏതോ ലോകത്തു നിന്ന് പോലെ ഇരിക്കുന്ന കാർത്തികയെ കണ്ടതും അർജുൻ അവളെയും കുഞ്ഞിനെയും ചേർത്ത് ഇരു കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു. അർജുനേട്ടാ, ഒന്ന് താഴെ ഇറക്ക്, ഞാനും മോനും വീഴും. വീണാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങും, കേട്ടല്ലോ. വീഴുമ്പോഴല്ലേ മോളെ, ഈ ഏട്ടന് പ്രിയപ്പെട്ട 2 പേരാ എൻ്റെ കൈകളിൽ കിടക്കുന്നത്, അങ്ങനെയൊന്നും വീഴില്ല. ജിജോ ആനിയെ കോൾ ചെയ്തു. ജിജോയുടെ കോൾ കണ്ടതും അവളുടെ മുഖം ചുവന്നു. അടുക്കളയിൽ ആൻറ്റിമാരും ബന്ധുക്കളും എല്ലാം കൂടി ബഹളമാണ്. ആനി ഫോണുമായി പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ കർത്താവേ, ഇപ്പം എവിടെ പോയി ഒന്ന് കോൾ ചെയ്യും? എവിടേക്ക് തിരിഞ്ഞാലും റിലേറ്റീവ്സാണ്. ആനിയുടെ രോദനം. ആനി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. എവിടെയായിരുന്നോ എൻ്റെ ആനിക്കൊച്ചേ ഇതുവരെ? എന്തേ ഫോണെടുക്കാത്തേ? എൻ്റെ ജിജുച്ചായ, ഇവിടെ ഫുൾ ആളുകളാണെന്നേ. ഒന്ന് സംസാരിക്കാൻ പോയിട്ട് മെസ്സേജ് അയക്കാൻ കൂടി പറ്റണില്ല. അത് കേട്ടതും ജിജു ഉറക്കെ ചിരിച്ചു. ആനി ചിണുങ്ങിക്കൊണ്ട് ജിജുവെ വിളിച്ചു. ജിജുച്ചായ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുന്നു മോളെ. വേണ്ട കേട്ടോ. ജിജുയുടെ സംസാരം കേട്ടതും ആനി അവനെ വിലക്കി. ഇവിടെ എല്ലാവരുമുണ്ട്, എനിക്കതൊന്നും അറിയണ്ട. ഞാൻ ദാ നമ്മുടെ ആ വഴിയിൽ നിൽപ്പുണ്ട്. ജിജുച്ചായ, ഞാൻ എങ്ങനെ വരും? ഇവിടെ എല്ലാവരുമുണ്ട്, എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല. ഓക്കെ, എങ്കിൽ ഞാൻ പോവുക. അയ്യോ, പിണങ്ങിയോ? ഏയ് ഇല്ല മോളെ. അതും പറഞ്ഞ് ജിജോ കോൾ കട്ട് ചെയ്തു. എന്തോ ആലോചിച്ച് നിന്ന ശേഷം തിരിഞ്ഞ് ആനി കാണുന്നത് ബൈക്കുമായി തൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ജിജോയെയാണ്. അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് അവൻ്റെ മെസ്സേജും വന്നു. ദൂരെ നിന്നായാലും ഞാൻ എൻ്റെ പെണ്ണിനെ കണ്ടു കേട്ടോ. ഇനി ഞാൻ പോവുക കേട്ടോ. അപ്പോൾ നാളെ പള്ളിയിൽ കാണാം. അവൻ്റെ മെസ്സേജ് വായിച്ചതും ആനിയുടെ മുഖം നാണത്താൽ ചുവന്നു. അവളൊരു ചിരിയോടെ അകത്തേക്ക് നടന്നു. കാർത്തികയും എടുത്ത് അകത്തേക്ക് കയറിയ അർജുൻ്റെ മുന്നിലേക്ക് ദേവിക വന്നു നിന്നു. അവരുടെ മുഖം ദേഷ്യത്താൽ വിറയ്ക്കാൻ തുടങ്ങി.
കാർത്തികയും കുഞ്ഞിനെയും താഴെ ഇറക്കിയതും ദേവിക അവരുടെ മുന്നിലേക്ക് കയറി നിന്നു. നീയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് വലിയ വീട്ടിലെ ചെക്കന്മാരെ വളച്ച് കയ്യിലെടുക്കാനാണോ? ദേവിക അർജുൻ്റെ നേരെ തിരിഞ്ഞു. നിനക്ക് നാണമില്ലേ? കണ്ടിടത്ത് കിടന്നവളന്മാരെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ കോപ്രായമൊക്കെ കാണിക്കാൻ? ദേവികയുടെ സംസാരം കേട്ടതും അർജുനെ പിറഞ്ഞു കയറി. കണ്ടിടത്ത് കിടന്നവളുമാരോ? ദേവിക മാഡം വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. ആ അതെ, അതുതന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇവളുമാരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഇന്ന് തന്നെ. വേറൊരുത്തി ഉണ്ടല്ലോ, അവളും കണക്കാ. അവൾക്ക് ഏത് സമയം നോക്കിയാലും നിന്റെ പിറകെയാ. ഇവിടെ പറ്റില്ല ഇതൊന്നും. ദേവികയുടെ സംസാരം കാർത്തികയെ നന്നായി ചൊടിപ്പിച്ചു. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? കാർത്തികയുടെ ചോദ്യം കേട്ടതും അർജുൻ മൂക്കിൽ വിരൽ വെച്ച് തല തിരിച്ച് അവളെ തന്നെ അങ്ങനെ നോക്കി നിന്നു.